ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് എഗ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനിത് ഹോസ്റ്റലിൽ വെച്ച് ഉണ്ടാക്കിയതല്ല കേട്ടോ, വീട്ടിൽ നിന്നപ്പോഴേക്ക് ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാനായിട്ടുള്ള സമയം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആഡംബരമായിട്ടൊന്നുമില്ല. ആദ്യം തന്നെ ഒരു സവോള എടുത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുമാത്രം റൈസ് എടുക്കുന്നു അതിനനുസരിച്ചുള്ള സവോള എടുക്കാനുള്ളത്. ഞാൻ എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. എവിടെയും നോക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ വന്നതൊക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് സവോളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുക്കുന്ന 3 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തു. ഇതുപോലത്തെ വലിയ പാത്രം എടുത്തത് റൈസ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റൗ കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുക് വേപ്പിലേക്ക് ഇട്ട് കൊടുത്തേ. പിന്നെ എൻ്റെ കൈ കിട്ടിയ ഒരു പെരിഞ്ചീരകം കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും പിന്നെ ക്യാരറ്റും സവോളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം വഴറ്റി കേട്ടോ. പിന്നെ വഴറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം മുട്ട അതുപോലെ തന്നെ അനക്കാതെ വെച്ചു. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ നേരത്താണ് കേട്ടോ ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്തൊക്കെ ഒരു പ്ലേറ്റ് ചോറ് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫൈനലി ഈ ഒരു ലുക്ക് എത്തിയിട്ടുണ്ട്. മസാലകൾ കുറച്ചുകൂടെ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കളർ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി എൻ്റെ എഗ് റൈസ് റെഡി.